എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് ബി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സെറ്റ് എയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കാണുക. മാക്സിമം ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്ത് പഠിക്കുക, എങ്കിലേ ഉള്ളൂ ആ ഫോർമാറ്റ് മനസ്സിലാകത്തുള്ളൂ. അപ്പം എന്തുമാത്രം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവോ അത്രയും നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇസ് ദ വോൾട്ടേജ് അറ്റ് വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഇൻ പവർ സ്റ്റേഷൻസ് ഇൻ അവർ കൺട്രി? നമ്മുടെ രാജ്യത്ത് പവർ സ്റ്റേഷൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇലക്ട്രിസിറ്റി ഉണ്ടല്ലേ, അതിന്റെ വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് നമുക്കറിയാം. 11 kV ആണ്. 11 kV ആണ് പവർ സ്റ്റേഷൻ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി വാട്ട് യു മീൻ ബൈ ദ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്? എന്താണ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ് അറൌണ്ട് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. നമുക്ക് എന്ത് പറയാം? എ മാഗ്നറ്റിക് ഫീൽഡ് കേട്ടോ. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ്, ഇങ്ങനെ തന്നെ എഴുതണം കേട്ടോ. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡെവലപ്ഡ് around a current carrying conductor കേട്ടോ. ഡെവലപ്ഡ് around a current carrying conductor. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും എന്താണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേർട്ടനും റീസണും ആണ് കേട്ടോ. Some pupils can see distant objects clearly, but they cannot see near objects clearly. അതായത് ചില ആളുകൾക്ക് അകലെയുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാൻ കഴിയുമെങ്കിലും അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാൻ കഴിയില്ല. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലോ അല്ലേ. അപ്പം ഈ എന്ന് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആണ്. അസേർട്ടൻ അവിടെ കറക്റ്റ് ആണ്. ഇനി റീസൺ എന്താണ്? ദ ഐബോൾ ഓഫ് സച്ച് പേഴ്സൺ ഈസ് ടു ലോങ് വിത്ത് റെസ്പെക്ട് ടു ദ പവർ ഓഫ് ദി ഐ ലെൻസ്. അതായത് ഇത്തരം ആളുകളുടെ കണ്ണിലെ ലെൻസിന്റെ പവറിനെ അപേക്ഷിച്ച് നേത്രഗോളം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ നീണ്ടതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റ് ആണോ? അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാം? അസേർട്ടൺ ശരിയാണ്, പക്ഷെ റീസൺ എങ്ങനെയാണ്? തെറ്റാണ്. അപ്പൊ അവിടെ ഓപ്ഷൻസ് നോക്കുക കേട്ടോ. അതായത് അസേർട്ടൺ കറക്റ്റ് ആണ്. അസേർട്ടൺ കറക്റ്റ് ആയിട്ടുള്ള ഏതാന്ന് നോക്കുക കേട്ടോ. എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. റീസൺ എന്താണ്? നോട്ട് കറക്റ്റ് ആണ്. അതാ സി ആണ് കേട്ടോ ഓപ്ഷൻ കേട്ടോ. എ ഈസ് കറക്റ്റ് ബട്ട് ആർ ഈസ് നോട്ട് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സം സ്റ്റേറ്റ്മെന്റ്സ് അസോസിയേറ്റഡ് വിത്ത് എ ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആർ ഗിവൺ. ചൂസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ലോഞ്ചിറ്റ്യൂഡൽ വേവ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാനാണ് കേട്ടോ. കംപ്രഷൻസ് ആൻഡ് റെയർഫാക്ഷൻസ് ആർ ഫോംഡ് ഓൾട്ടർനേറ്റ്ലി. ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആണ് കേട്ടോ. ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൽ നമുക്കറിയാം എങ്ങനെയാണ് റെയർഫാക്ഷനും ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഉണ്ടാവുന്നു ഇല്ല. അതായത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആർ ഫോംഡ് ഓൾട്ടർനേറ്റ്ലി. ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിൽ ക്രസ്റ്റും ട്രഫും ആണോ? അല്ല. അപ്പൊ അത് വരില്ല. ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾ ഈസ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. കണികളുടെ കമ്പനത്തിന്റെ ദിശ തരംഗം സഞ്ചരിക്കുന്ന ദിശയ്ക്ക് സമാന്തരമാണ് ഇല്ലേ. അതൊരു കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ദ ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. അങ്ങനെയാണ്. പെർപെൻഡിക്കുലർ ആണോ? ലംബമാണോ? അത് ഏതിന്റെ കേസിലാണ് വരുന്നത്? ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിലാണ് വരുന്നില്ല. അപ്പം ഇത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. അപ്പൊ ഏതൊക്കെയാണ് കറക്റ്റ്? 1ഉം 3ഉം കേട്ടോ. ഓപ്ഷൻസ് നോക്കുക. 1ഉം 3ഉം വരുന്നത് ബി ഉണ്ട് കേട്ടോ. ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. 1 and 3. ദെൻ അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ സൗണ്ട് വേവ്സ് ഡെപ്പിക്റ്റഡ് ബിലോ. ഇവിടെ കുറച്ച് സൗണ്ട് വേവ്സിന്റെ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. പി, ക്യൂ, ആർ കേട്ടോ. ഇവിടെ എക്സ് ആക്സിസിലെല്ലാം കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. വൈ ആക്സിസിൽ ടൈമും ആണ് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കണം. എക്സ് ആക്സിസിൽ കൊടുത്തിരുന്ന ഡിസ്പ്ലേസ്മെന്റ്, വൈ ആക്സിസിൽ ടൈമും ആണ്. ഓക്കെ ആണല്ലോ. നോക്കാം. വിച്ച് വേവ് ഹാസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി? വൈ. ഏതിനാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി? എന്തുകൊണ്ട്? ഏതിനാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് വെച്ചിരിക്കുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തണം നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡ് ആണ്. അതായത് ഇവിടെ സമയമെല്ലാം 6 സെക്കൻഡ് ആണ്. അപ്പൊ 6 സെക്കൻഡിൽ കൂടുതൽ വൈബ്രേഷൻസ് വരുന്നു. അത് ഏതിനാന്ന് നോക്കുക അല്ലേ. അപ്പൊ അതാ നോക്കി. ഇവിടെ എത്രയാണ്? 1, 2, 3. ഇവിടെ 3 വൈബ്രേഷൻസ് ആണ് ഇവിടെ വരുന്നത് അല്ലേ. ഇവിടെ ഈ കേസിൽ വരുമ്പോഴോ അത് 1, 2, 3, അതാ നോക്കുക 4 വൈബ്രേഷൻ വരുന്നുണ്ടല്ലേ. 4ഉം അത് കൂടുതലും വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതിന് 3 ഉള്ളൂ, ഇതിന് 4 ഉണ്ട്. 4 മോർ ദാൻ 4 ആണ് വരുന്നത് കേട്ടോ. ഇവിടെ എത്രയാണ്? 1, 2 ഉള്ളു വരുന്നുള്ളൂ. അപ്പൊ ഫ്രീക്വൻസി ഏതിനാണ് കൂടുതൽ? ക്യൂവിനാണ് ഫ്രീക്വൻസി കൂടുതൽ. അതിന് കാരണം എന്താണ്? വൈ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. എന്താണ്? മോർ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ യൂണിറ്റ് ടൈം എന്ന് പറയാം. ഓക്കെ, നമുക്ക് അപ്പൊ ആൻസർ എന്ത് പറയാം? ഇറ്റ് ഹാസ് എങ്ങനെയാണ്? ഇറ്റ് ഹാസ് മോർ ഇല്ലേ. ഇറ്റ് ഹാസ് മോർ number of cycles. It has more number of cycles per unit time ഇല്ല. യൂണിറ്റ് ടൈമിൽ കൂടുതൽ നമ്പർ ഓഫ് സൈക്കിൾസ് ആർക്കാണ്? ക്യൂവിനാണ്.
ഇനി വിച്ച് വേവ് ഹാസ് എ ഹയസ്റ്റ് ആംപ്ലിറ്റ്യൂഡ് ജസ്റ്റിഫൈ? ഏതാണ് ഹയസ്റ്റ് ആംപ്ലിറ്റ്യൂഡ്? ഡിസ്പ്ലേസ്മെന്റ് കൂടുതലാന്ന് നോക്കിയാൽ പോരെ. വൈ ആക്സിസിൽ ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കൂടുതലുള്ള ഏതാ നമുക്ക് കാണുമ്പോൾ അറിയാം. ഏതാണതാ? ഇതല്ലേ, അതായത് ആറിനാണ് ഹയസ്റ്റ് ആംപ്ലിറ്റ്യൂഡ് ഉള്ളത്. അതിന്റെ റീസൺ എന്താണ്? ആറിനാണ് ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് റീസൺ എന്ന് പറയാം സ്ഥാനാന്തരം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് മാക്സിമം എന്ന് പറയാം. ഡിസ്പ്ലേസ്മെന്റ് ആർക്കാണ് മാക്സിമം? ആറിനാണ് മാക്സിമം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കംപ്ലീറ്റ് ദ റേ ഡയഗ്രം ആൻഡ് ഷോ ഹൗ ദ ഇമേജ് ഈസ് ഫോംഡ്. ഹിയർ IM ഈസ് എ റിയൽ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഇവിടെ റേ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. IM എന്ന് പറഞ്ഞിരിക്കുന്ന റിയൽ ഇമേജ്, ഒബ്ജക്റ്റിന്റെ റിയൽ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഓർക്കേണ്ട കാര്യം, ഇപ്പൊ ഇത് ഇമേജ് ആണ് IM എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇമേജ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു റോങ് ഫോമാറ്റിലാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. IM എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം റിയൽ ഇമേജ് എന്ന് അറിയാൻ നമുക്ക് എങ്ങനെയാണ്? റിയൽ ഇമേജ് എങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. അതറിയാവുന്ന കാര്യമാണ്. റിയൽ ഇമേജ് എങ്ങനെയാണ്? ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. അപ്പോൾ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് വരുന്നത്. അതായത് 2Fന് അപ്പുറത്തായിട്ടാണ് ഇമേജ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഈ ഒരു പൊസിഷനിലാണ് ഇമേജ് ഉണ്ടാകുന്നത് നമുക്കറിയാം. അത് ഇൻവേർട്ടഡ് ആണ് കേട്ടോ. ഇത് IM എന്ന് കാണിച്ചിരിക്കുന്നുള്ളൂ. അപ്പം 2Fന്റെ അപ്പുറത്ത് ഇമേജ് വരണമെങ്കിൽ ഒബ്ജക്റ്റ് എവിടെയായിരിക്കണം? അത് ഈ ഒരു പൊസിഷനിലായിരിക്കണം കേട്ടോ. ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്ന് വെച്ചാൽ ഇവിടെ ആയിരിക്കും ഒബ്ജക്റ്റിന്റെ പൊസിഷൻ. ദെൻ റേ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കും കേട്ടോ. അതാ ഇങ്ങനെ പോയിട്ട് ഒരെണ്ണം എങ്ങനെയാണ് നമ്മുടെ ഫോക്കസിൽ കൂടെ പോകും കേട്ടോ. കൃത്യമായിട്ട് സ്കെയിൽ വെച്ചൊക്കെ വരയ്ക്കുക കേട്ടോ. ഒന്ന് ഫോക്കസിലൂടെ പോകും, ഒന്നിങ്ങനെയാണ് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കേട്ടോ. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോകും. അപ്പോൾ ഇതാ ഉണ്ടല്ലേ, ജോയിൻ ചെയ്യുന്ന ഇവിടെ ആയിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. കൃത്യമായിട്ട് സ്കെയിൽ വെച്ചൊക്കെ നിങ്ങൾ വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും അവിടെ ഇമേജ് ഉണ്ടാകുന്നത്. ആ ഇമേജിൻ്റെ പൊസിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബിയോണ്ട് അല്ലേ. അവിടെയാണ് ബിയോണ്ട് 2F ആണ്. അത് എല്ലാത്തിലായിരിക്കും കേട്ടോ, ഒബ്ജക്റ്റിനേക്കാളും കേട്ടോ. അതിൻ്റെ ഫീച്ചേഴ്സ് ഓർത്തണം കേട്ടോ. ബിയോണ്ട് 2F എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ്? എല്ലാർജിലാണ് കേട്ടോ. ഒബ്ജക്റ്റിനേക്കാളും എല്ലാർജിലായിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. റിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ ആകുമ്പോൾ എന്താണ്? ഇൻവേർട്ടഡും ആയിരിക്കും. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. The next question ray diagram ആണ് കേട്ടോ. കംപ്ലീറ്റ് ദ റേ ഡയഗ്രം ആൻഡ് ഷോ ഹൗ ദി ഇമേജ് ഈസ് ഫോംഡ്. ഹിയർ OB ഈസ് ആൻ ഒബ്ജക്റ്റ്. OB ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ റേ ഡയഗ്രം വരയ്ക്കുകയാണ്. നമുക്കറിയാം കോൺകേവ് ലെൻസിന്റെ കേസിൽ ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളത്. ഇതാ ഇവിടെ വന്നു അല്ലേ. ഇവിടെ വന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? അത് ഡൈവേർജ് ചെയ്ത് പോകും അല്ലേ. ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റേ റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ കടന്നു പോകും അല്ലേ. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ അതാ ഇങ്ങനെ അല്ലേ. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ ഇങ്ങനെ കടന്നു പോകും കേട്ടോ. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്. അപ്പോൾ അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന, അതായത് ഇവിടെ ഇത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് ബാക്കിലോട്ട് വരയ്ക്കും. അപ്പോൾ അത് ജോയിൻ ചെയ്ത് ഇവിടെ ആയിരിക്കും എന്തുണ്ടാകുന്നത്? ഇമേജ് ഉണ്ടാകുന്നത് കേട്ടോ. അത് കൃത്യമായിട്ട് നിങ്ങൾ വരയ്ക്കണം. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ. കൃത്യമായിട്ട് തന്നെ വരയ്ക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ കളർ ഓഫ് എ ഷർട്ട് സീംസ് ടു ബി ബ്ലൂ ഇൻ സിയാൻ ലൈറ്റ്. ഇറ്റ് അപ്പിയേഴ്സ് ടു ബി മജന്ത കളർ വെൻ ഇലുമിനേറ്റഡ് ബൈ മജന്ത ലൈറ്റ്. വാട്ട് ഈസ് ഇറ്റ്സ് കളർ ഇൻ ഡേ ലൈറ്റ്? ഗീവ് റീസൺ. അതായത് സയൻ പ്രകാശത്തിൽ നീല നിറത്തിൽ കാണപ്പെടുന്ന ഒരു ഷർട്ടാണ്. അത് മജന്ത പ്രകാശത്തിൽ മജന്ത നിറത്തിൽ കാണപ്പെട്ടു. സൂര്യപ്രകാശത്തിൽ ഈ ഷർട്ടിന്റെ നിറം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ആ കോമ്പിനേഷൻ അറിഞ്ഞിരിക്കണം. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സയൻ ആണ്. സയൻ ലൈറ്റ് ബ്ലൂ കളറിൽ കാണപ്പെടുന്നത്. സയൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നാണ്? സയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്നാണ്. ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്നാണ് സയൻ. അപ്പം ആ സയൻ ലൈറ്റിൽ അത് ബ്ലൂ കളറിൽ കാണപ്പെടുന്നു. മനസ്സിലാവുന്നല്ലോ. പിന്നെ മജന്ത ലൈറ്റിൽ, മജന്ത എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നാണ്? റെഡും ബ്ലൂവും കൂടെ ചേർന്നാണ് മജന്ത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം മജന്ത ലൈറ്റിൽ എങ്ങനെയാണ്? മജന്ത കളറിൽ കാണപ്പെടുന്നു. അപ്പം ബ്ലൂ ഇവിടെ മജന്തയിലും എന്തുണ്ട്? ബ്ലൂ ഉണ്ട്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്. അപ്പം അതിന്റെ കളർ ഡേ ലൈറ്റിൽ ഏത് കളറിലായിരിക്കും കാണപ്പെടുന്നത്? സയനിലും ബ്ലൂ ഉണ്ട്, മജന്തയിലും ബ്ലൂ ഉണ്ട് ഇല്ലേ. അപ്പം ഏത് കളറിലായിരിക്കും ഡേ ലൈറ്റിൽ കാണപ്പെടുന്നത്? മജന്ത കളറിൽ തന്നെ ആയിരിക്കുമല്ലോ കാണപ്പെടുന്നത്. കാരണം എന്താണ്? അത് ബ്ലൂവിനെ, മജന്ത എന്ന് പറയുമ്പോൾ റെഡും ബ്ലൂ ആണ് ചേർന്ന്. അപ്പം എന്താണ്? ബ്ലൂവിനെ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നതാണ്. ബ്ലൂവിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഈ സയനിലുള്ള ഗ്രീനിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. മജന്ത ലൈറ്റിൽ ബ്ലൂ ഉണ്ട്. അപ്പം ബ്ലൂവിനെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പം അത് മജന്ത കളറിൽ തന്നെയായിരിക്കും കാണപ്പെടുന്നത്. ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി എഴുതണം. മജന്തയിലായിരിക്കും കാണപ്പെടുന്നത്. ഇറ്റ് ക്യാൻ റിഫ്ലക്ട് ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റ്, കനോട്ട് റിഫ്ലക്ട് ഗ്രീൻ ലൈറ്റ്. സൈനിൽ എന്തുണ്ട്? ഗ്രീൻ ഉണ്ട്. ഗ്രീനിലെ റിഫ്ലക്ട് ചെയ്യുന്നില്ല. റിഫ്ലക്ട്സ് ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റ് ഫ്രം ഡേ ലൈറ്റ്. Then next question. The figure shows a copper rod held between two poles of a magnet and connected to a DC circuit. കണ്ടല്ലോ, ഒരു കോപ്പർ റോഡാണ്. അതിങ്ങനെ രണ്ട് പോൾസിന് ഇടയിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതൊരു DC സോഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. In which direction will the rod AB move when the circuit is switched on? State the rule applied. സർക്യൂട്ട് അവിടെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആ കണ്ടക്ടർ എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന റൂള്? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ കേട്ടോ. ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂള്
കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കറണ്ട് ഡയറക്ഷൻ നോക്കുക, കറണ്ട് ഡയറക്ഷൻ നമ്മൾ കൈവച്ച് നോക്കുക. കറണ്ട് ഡയറക്ഷൻ നോക്കി കഴിയുമ്പോൾ അത് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? അപ്വേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? അപ്വേർഡ് കേട്ടോ. അപ്വേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. ഏത് റൂളാണ്? ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. സ്റ്റേറ്റ് ചെയ്യുക കേട്ടോ. സ്റ്റേറ്റ് ദ റൂൾ അപ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം റൂൾ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഡിവൈസ് ഈസ് ഷോൺ ബിലോ? ഇവിടെ ഒരു ഡിവൈസ് കൊടുത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ഡിവൈസ് ആണിത്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എഴുതുക കേട്ടോ. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ എഴുതുക. ഇനി സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇറ്റ്സ് വർക്കിംഗ്. വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ദാറ്റ് ടേക്സ് പ്ലേസ് വെൻ ഇറ്റ്സ് വർക്ക്സ്? ഇതിന്റെ പ്രിൻസിപ്പിൾ ഏതാണ്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ പ്രിൻസിപ്പിൾ ഏതാണ്? മോട്ടോർ പ്രിൻസിപ്പിൾ കേട്ടോ. മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എനർജി ചേഞ്ച് ഏതാണ് നടക്കുന്നത്? ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നുണ്ട്? സൗണ്ട് എനർജി അല്ലെ. ഇലക്ട്രിക്കൽ എനർജി സൗണ്ട് എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫിഗർ ഷോസ് നിക്രോം വയർ കെപ്റ്റ് അറ്റ് ദ സെയിം ടെമ്പറേച്ചർ കേട്ടോ. നിക്രോം വയർ ആണ് സെയിം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. വിച്ച് ഹാസ് ഹയർ റെസിസ്റ്റൻസ് വൈ? തിക്നെസ് അവിടെ വ്യത്യാസം ഉണ്ട് കേട്ടോ. സെയിം ലെങ്ത് ആണ്, സെയിം റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ തിക്നെസ്സിന് വ്യത്യാസമുണ്ട്. അപ്പം ഏതിനായിരിക്കും ഹയർ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്? വൈ. ഏതിനായിരിക്കും ഹയർ റെസിസ്റ്റൻസ്? നമ്മുടെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? എന്തൊക്കെയാണ്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് ആണ്. ദെൻ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണെന്ന് പറഞ്ഞു. അപ്പം കൂടുതൽ റെസിസ്റ്റൻസ് കൂടുതൽ ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? ഏരിയ അവിടെ കുറവായിരിക്കണം. അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് തിക്നെസ് അവിടെ കുറവായിരിക്കണം ഇല്ല. അപ്പം ഏതിനാണ്? പീക്കാണ് ഹയർ റെസിസ്റ്റൻസ്. അതിന്റെ റീസൺ എന്താണ്? ഇറ്റ് ഈസ് തിന്നർ എന്ന് പറയാം അല്ലേ. ഇറ്റ് ഈസ് തിന്നർ ആണ്. അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? പീക്ക് കുറവാന്ന് പറയുക. അതിന്റെ ബി പാർട്ട് എന്താണ്? ഓഫ് കോഴ്സ് പി ഹാസ് എ ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി. റൈറ്റ് ഡൗൺ യുവർ കമന്റ്സ് അബൌട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ്. ഡിസ്ക്രൈബ് ദ റീസൺ. പിക്ക് ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിക്ക് ഹയസ്റ്റ് റെസിസ്റ്റിവിറ്റി ആണ് ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അതിന് കാരണം എന്താണ്? ഡിസഗ്രി എന്ന് പറയാം. അതിന് കാരണം എന്താണ്? റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? റെസിസ്റ്റിവിറ്റി എന്ന് വെച്ചാൽ ഒരിക്കലും സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഡിസഗ്രി എന്ന് പറയാം. അതിന് കാരണം എന്താണ്? എല്ലാത്തിനും സെയിം റെസിസ്റ്റിവിറ്റി ആണ്. ഓൾ ഓഫ് ദം ഹാവ് സെയിം റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്. റെസിസ്റ്റിവിറ്റി ഒബ്ജക്റ്റിന്റെ സൈസിനെ എങ്ങനെയാണ്? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ എഴുതാൻ കേട്ടോ. ഡിസഗ്രി ചെയ്യുന്നുണ്ട്. ഓൾ ഓഫ് ദം ഹാവ് സെയിം റെസിസ്റ്റിവിറ്റി ആണ്. റെസിസ്റ്റിവിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. നെക്സ്റ്റ് വൺ. റൈറ്റ് ഡൗൺ ദ ടു ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പിന്റെ സ്റ്റെപ്പ് ഡൗണിന്റെ എന്താണ് രണ്ട് ഡിഫറൻസസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? അപ്പൊ എങ്ങനെ പറയാം? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസിലെ നമ്പർ ഓഫ് ടേൺസ് പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആണ് അല്ലേ. പ്രൈമറിനേക്കാളും നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയിലാണ് കൂടുതൽ. അതേസമയം സ്റ്റെപ്പ് ഡൗൺ എങ്ങനെയാണ്? നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയിൽ എങ്ങനെയാണ്? കുറവാണ്. പ്രൈമറിയിലാണ് നമ്പർ ഓഫ് ടേൺസ് കൂടുതൽ. ഇനി വോൾട്ടേജിന്റെ കേസ് പറയുകയാണെങ്കിലാണ് വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പിന് എങ്ങനെയാണ്? വോൾട്ടേജ് സെക്കൻഡറിയിൽ കൂടുതലാണ്, പ്രൈമറിയിൽ വോൾട്ടേജ് കുറവാണ്. അതേസമയം ഇവിടെ എങ്ങനെയാണ്? വോൾട്ടേജ് കേട്ടോ. വോൾട്ടേജ് ഇൻ സെക്കൻഡറി എങ്ങനെയാണ്? കുറവാണ് അല്ലേ. പ്രൈമറിയിലത്തെ വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ. ഇനി കറണ്ടിന്റെ കേസ് വേണമെങ്കിൽ പറയാം. കറണ്ട് പറയുകയാണെങ്കിൽ തിരിച്ചു വരും അല്ലേ. കറണ്ട് കേസ് വരുവാണെങ്കിൽ കറണ്ട് എങ്ങനെയാണ്? സെക്കൻഡറിയിൽ കുറവാണ് സ്റ്റെപ്പ് അപ്പിൽ അല്ലേ. പ്രൈമറിയിലാണ് കറണ്ട് കൂടുതൽ. ഈ കേസിൽ വരുമ്പോൾ എങ്ങനെയാണ്? സെക്കൻഡറിയിൽ കറണ്ട്, സ്റ്റെപ്പ് ഡൗണിന്റെ കേസിൽ സെക്കൻഡറിയിൽ കറണ്ട് കൂടുതലാണ്, പ്രൈമറിയിൽ കറണ്ട് കുറവാണ്. മനസ്സിലായല്ലോ? ഏതെങ്കിലും രണ്ട് പോയിന്റ്സുകൾ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A metal rod 1 meter long acts as a first order lever. An effort of 150 gram weight acting at one end balances a load of 350 gram weight at the other end. Find the length of the effort arm and the load arm. 1 മീറ്റർ നീളമുള്ള ഒരു ലോഹദണ്ഡ് ഒന്നാം വർഗ ഉത്തോലകമായി പ്രവർത്തിക്കുന്നു. ഒരറ്റത്ത് പ്രയോഗിക്കുന്ന 150 ഗ്രാം വെയിറ്റ് മറ്റേ അറ്റത്തുള്ള 350 ഗ്രാം ഭാരത്തെ സന്തുലനമാക്കുന്നു. യജ്ഞഭുജത്തിന്റെയും രോധഭുജത്തിന്റെയും നീളം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ എന്താണ് ഇത് പറഞ്ഞിട്ടുണ്ടല്ലേ, ഫസ്റ്റ് ഓർഡർ ലിവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലിവറിന്റെ കേസിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്? ലോഡാമെന്ന് പറഞ്ഞിരിക്കുന്നതും എഫേർട്ടാമെന്ന് പറഞ്ഞിരിക്കുന്നതും എങ്ങനെയായിരിക്കും? തുല്യമാണെന്ന് നമുക്കറിയാം. ഫസ്റ്റ് ഓർഡർ ലിവറിന്റെ കേസിൽ ആ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? ലെങ്ത് ഓഫ് ദി റോഡ് തന്നിട്ടുണ്ടല്ലേ. ലെങ്ത്, റോഡിന്റെ ലെങ്ത് 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്? എഫേർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 ഗ്രാം വെയിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350 അല്ലേ, 350 ഗ്രാം വെയിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
മനസ്സിലാവുന്നല്ലോ. അപ്പം എഫേർട്ടാണ്, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അതായത് നമുക്കിതാണ് റോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാ ഇവിടെ എഫേർട്ടുണ്ട്, ഇവിടെ എന്താണ് ലോഡും ഉണ്ട് ഇല്ലേ. ഇവിടെയാണ് ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ 350 പറഞ്ഞിട്ടുണ്ട്. ദെൻ എഫേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 150 അല്ലേ, 150 ഗ്രാം വെയിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? ഫൽക്രം വരുന്നത് ആണല്ലോ. അപ്പം ഇതും ഈ ലെങ്തും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. അതായത് ലോഡാം ഈസ് ഈക്വൽ ടു എഫേർട്ടാം ആണെന്ന് നമുക്കറിയാം. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ബാലൻസിങ്, ഇതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെങ്കിൽ ബാലൻസിങ് കണ്ടീഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം ഇല്ലേ. ഓൺ ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലെങ്കിൽ ഓൺ ബാലൻസിങ് കണ്ടീഷൻ എഴുതാം കേട്ടോ. ഓൺ ബാലൻസിങ് എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? ലോഡ് ഇൻറ്റു ലോഡാം നമുക്കറിയാം ഇല്ലേ. എഫേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? എഫേർട്ട് ഇവിടെ തന്നിട്ടുണ്ട് 150 ആണ് തന്നിട്ടുണ്ട് അല്ലേ. എഫേർട്ടാണ് നമുക്ക് അറിഞ്ഞൂടാ, അതായത് ഈ ലെങ്ത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതിനെ ഞാൻ സപ്പോസ് എക്സ് ആക്കി എടുത്തു. ഓക്കെ ആണല്ലോ, എക്സ് ആക്കി എടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഡ് നമുക്കറിയാം 350 ആണ്. ഇനി ലോഡാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് എത്രയാണ്? ഇത് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇത് എക്സ് ആക്കി എടുത്തു. ഇത് ടോട്ടൽ ലെങ്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് 100 അല്ലേ, 100 അല്ലേ വരുന്നത്. അപ്പം ഇതെന്തായിട്ട് വരും? ഇത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് അത് 100 മൈനസ് എക്സ് ആയിട്ട് വരുമല്ലേ അല്ലേ. അപ്പം ലോഡാം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 100 മൈനസ് എക്സ് ആക്കി എടുക്കാം. ഓക്കെ ആണല്ലോ. ഇത് നമുക്കിനി ഇക്വേറ്റ് ചെയ്യാമല്ലോ. നമുക്കിവിടെ എഴുതാം 150 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു ഇത് എത്ര വരും? 35 3 0 കൂടെ വരും ഇല്ല, 35,000 എന്ന് വരും. മൈനസ് 350 എക്സ് എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തെന്നേ ഉള്ളൂ. ഇത് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം 150 എക്സ് പ്ലസ് 350 എക്സ് ഈസ് ഈക്വൽ ടു 35,000 എന്ന് വരും. ഇതിലൂടെ ആഡ് ചെയ്യുക. 150 പ്ലസ് 350 ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 500 എന്ന് വരും ഇല്ലേ. 500 എക്സ് ഈസ് ഈക്വൽ ടു 35,000 എന്ന് വരും. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു എത്ര വരും? 35,000 ഡിവൈഡ് ബൈ 500. മനസ്സിലായല്ലോ. ക്യാൻസൽ ചെയ്യാം. ഇതെല്ലാം ക്യാൻസൽ ആയപ്പോൾ ഇതും കൂടെ പറ്റുമല്ലോ. അപ്പോൾ എത്ര വരും? 70 വരും ഇല്ലേ. 70 എന്ന് വരും. അതായത് എക്സ് ആണ് നമുക്കിവിടെ 70 എന്ന് കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് എക്സ് ആണ്. ഇവിടെ ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ്. എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എഫേർട്ടാം ആണ് അല്ലേ. എക്സ് അല്ലെങ്കിൽ എഫേർട്ടാം ആണ് നമുക്കിവിടെ എന്ത് കിട്ടിയത്? 70 എന്ന് കിട്ടിയത്. 70 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി ഇല്ലേ. അതായത് എഫേർട്ടാം 70 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. നമുക്ക് ലോഡാം കണ്ടുപിടിക്കാമല്ലോ. ലോഡാം എന്ന് വെച്ചാൽ 100 മൈനസ് എക്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം എക്സ് നമുക്ക് എത്രയാണ്? 70 എന്ന് കിട്ടി. അപ്പോൾ 100 മൈനസ് 70 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 30 ഇല്ലേ. 30 സെൻറ്റിമീറ്റർ എന്ന് വരും. അതായത് ലോഡാം എത്രയാണ് വന്നത്? 30 സെൻറ്റിമീറ്റർ. എഫേർട്ടാം എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 70 സെൻറ്റിമീറ്റർ എന്ന് വന്നു. ആൻസർ മനസ്സിലായല്ലോ. എഫേർട്ടാമും ലോഡാമും കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പോൾ എഫേർട്ടാം എന്ന് പറഞ്ഞിരിക്കുന്നത് 70 സെൻറ്റിമീറ്റർ എന്ന് വന്നു. ലോഡാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 സെൻറ്റിമീറ്റർ എന്നും വന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A tuning fork of frequency 250 Hz is excited and its stem is placed on a table. അത് ട്യൂണിംഗ് ഫോർക്ക് ആണ്. 250 Hz ആണ്. അത് എക്സൈറ്റ് ചെയ്തിട്ട് ടേബിളിൽ വെക്കുവാണ്. The table vibrated and produced a sound. Table vibrate ചെയ്യുന്നുണ്ട്, എന്നിട്ട് എന്താണ്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. When the tuning fork of frequency 288 Hz is excited and its stem is placed on the same table, the table gave a sound of maximum loudness. അതായത് നമ്മൾ 288 Hz ആവർത്തിയുള്ള ട്യൂണിംഗ് ഫോർക്ക് ആ ടേബിളിൽ തന്നെ വെച്ചു. അപ്പോൾ എന്താണ്? മേശ പരമാവധി ഉച്ചത്തിലുള്ള ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നല്ലോ. അപ്പം വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ദി ടേബിൾ ഇൻ ദ ഫസ്റ്റ് കേസ്? ഗീവ് ദ റീസൺ. അതായത് ആ ഫസ്റ്റ് അതായത് നമ്മൾ 256 ഹെർട്സ് വെച്ചപ്പോൾ ആ ടേബിളിന്റെ ഫ്രീക്വൻസി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഗീവ് ദ റീസൺ. എത്ര വരും? 256 വരും. ടേബിളിന്റെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ 256 ഹെർട്സ് വരും. അതിന്റെ റീസൺ എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ഉണ്ടായി. അതായത് ടേബിളിന്റെ ഫ്രീക്വൻസി എന്തായിട്ട് മാറിയിട്ടുണ്ട്? ആ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? ഫ്രീക്വൻസി ഓഫ് ടേബിൾ കേട്ടോ. ഫ്രീക്വൻസി ഓഫ് ടേബിൾ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? ഫ്രീക്വൻസി ഓഫ് ട്യൂണിംഗ് ഫോർക്ക് അല്ലേ. ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിയോട് ഈക്വൽ ആയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ. ഇനി വാട്ട് ഇസ് എ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ടേബിൾ? വൈ ഡു വി തിങ്ക് സോ? അതായത് നമ്മൾ ഈ ടേബിൾ ഉണ്ടല്ലോ, ടേബിളിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണ്? നമ്മൾ ഈ നിഗമനത്തിലെത്തിയത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടേബിളിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയായിരിക്കും? 280 ഹെർട്സ് ആണ്. 288 ഹെർട്സ് ആണ് വരുന്നത് കേട്ടോ. 288 ഹെർട്സ് ഫ്രീക്വൻസി ഉള്ള ട്യൂണിംഗ് ഫോർക്ക് വെച്ചപ്പോഴാണ് അത് മാക്സിമം സൗണ്ട് കേട്ടത്. അതായത് റെസൊണൻസിൽ എത്തിയപ്പോഴാണ് ആ ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസി ഇല്ലേ. നാച്ചുറൽ ഫ്രീക്വൻസി എന്താണ്? ആ ഫോഴ്സ് ചെയ്തുണ്ടല്ലോ അതിനുള്ള ഫ്രീക്വൻസിയോട് ഈക്വൽ ആയി. അപ്പോഴാണല്ലോ മാക്സിമം സൗണ്ട് വന്നത്. ക്ലിയർ ആയല്ലോ. അപ്പം ടേബിളിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 288 ഹെർട്സ് ആണ്.
ഇനി വൈ വാസ് സൗണ്ട് ഹിയർഡ് വിത്ത് മാക്സിമം ലൗഡ്നെസ് ഇൻ ദ സെക്കൻഡ് കേസ്. സെക്കൻഡ് കേസിൽ ഇല്ലേ, രണ്ടാമത്തെ കേസിൽ മാക്സിമം സൗണ്ട് വരാൻ കാരണം എന്താണ്? റെസൊണൻസിലെത്തി ഇല്ലേ, റെസൊണൻസിലെത്തുമ്പോഴാണ് മാക്സിമം സൗണ്ട് വരുന്നത്. ഇത് ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കി കൃത്യമായിട്ട് എഴുതിയെടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ചൈൽഡ് എ ഈസ് ഇൻ എ റൂം ഓഫ് ലെങ്ത് 10 meter ആൻഡ് അനദർ ചൈൽഡ് ബി ഈസ് ഇൻ എ റൂം ഓഫ് ലെങ്ത് 40 meter. Both of them made a loud sound in their respective rooms. Who will hear an echo? Why? അതായത് 10 meter ലെങ്ത് ഉള്ള ഒരു മുറിയിൽ എ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, അതുപോലെ 40 meter ലെങ്ത് ഉള്ള മുറിയിൽ ബി എന്നൊരു കുട്ടിയുണ്ട്. അപ്പം ആര് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിൽ നിന്നാണ് എക്കോ ഉണ്ടാവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 40 meter, അതായത് ചൈൽഡ് ബി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അവിടെ എക്കോ ഉണ്ടാവുന്നത് അല്ലേ. കാരണം എന്താണ്? നമുക്കറിയാം എക്കോ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മിനിമം ലെങ്ത് എത്രയാണ്? 17.5 meter ആണ് നമുക്കറിയാം ഇല്ല. അപ്പൊ ബിയിലാണ്, അല്ലെങ്കിൽ കുട്ടി ബി എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടിയാണ് അവിടെ എക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റീസണും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എക്കോ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മിനിമം ഡിസ്റ്റൻസ് 17.5 meter ആണ്. ഓക്കെ ആണല്ലോ. റീസൺ മനസ്സിലായല്ലോ എന്താന്നുള്ളത്? 17.5 meter വേണം എക്കോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട ഡിസ്റ്റൻസ്. ആൻസർ കൊടുത്തിട്ടുണ്ട്, ബി ആണ്. ടു ഹിയർ ആൻ എക്കോ എ മിനിമം ലെങ്ത് ഓഫ് 17.5 meter ഈസ് നീഡഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, 13th one. An object of height 6 centimeter kept 60 centimeter away from a lens gave an image on a screen kept 40 centimeter away from the lens. Calculate the height of the image obtained if the object is 40 centimeter away from the same lens. അതായത് എന്താണ് പറയുന്നത്? ഒരു ലെൻസ് ആണ്, ആ ലെൻസിൻ്റെതാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടല്ലോ. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 6 centimeter. HO തന്നിട്ടുണ്ട് 6 centimeter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാം, സൈൻ കൺവെൻഷൻ റൂൾ അനുസരിച്ചിട്ട് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എങ്ങനെയാണ്? പോസിറ്റീവ് ആണ്. ഇനി അതെങ്ങനെയാണ്? ലെൻസിൽ നിന്നും 60 centimeter അകലെയായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 60 centimeter ആണ്. അപ്പം ഒബ്ജക്ട് ഡിസ്റ്റൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, ഇനി അതിന്റെ ഇമേജ് എവിടെ കിട്ടുന്നുണ്ട്? സ്ക്രീൻ ഇമേജ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ, 40 centimeter എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സ്ക്രീനിലാണ് കിട്ടുന്നത്. അപ്പൊ സ്ക്രീനിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്കറിയാം റിയൽ ഇമേജ് ആണ് കിട്ടുന്നത്, കോൺവെക്സ് ലെൻസ് ആണ് കിട്ടുന്നത്, അതായത് റൈറ്റ് സൈഡിലാണ് ഇമേജ് കിട്ടുന്നത്. അപ്പൊ എന്താണ്? ഇവിടുത്തെ ഇമേജ് ഡിസ്റ്റൻസ് എങ്ങനെയാ? റൈറ്റ് സൈഡിൽ വരുമ്പോൾ എങ്ങനെയായിട്ട് വരും? അത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് അല്ലേ കിട്ടുന്നത്. ഇപ്പൊ ഇത് കോൺവെക്സ് ലെൻസ് തന്നെ റൈറ്റ് സൈഡിലാണല്ലോ ഇമേജ് കിട്ടുന്നത്. അപ്പൊ റൈറ്റ് സൈഡ് ഇമേജ് കിട്ടുമ്പോൾ അങ്ങനെയാണ് ഈ വാല്യൂ എങ്ങനെയായിരിക്കും? പോസിറ്റീവ്. ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. ഇനി എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒബ്ജക്റ്റ് ഇല്ല, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ലെൻസിൽ നിന്ന് 40 centimeter ഇരിക്കുമ്പോൾ ഉള്ള ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് രണ്ടാമത്തെ കേസിലാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് 40 ഇരിക്കുമ്പോൾ ഉള്ള ഇമേജിന്റെ ഹൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം അങ്ങനെ നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ m=v/u എന്നാണ്. അപ്പം ഈ v/u എന്ന് പറഞ്ഞാൽ ഈ യുവിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടുത്തെ വിയുടെ വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. അതായത് 40 centimeter ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ ഉള്ള വി നമുക്ക് കണ്ടുപിടിക്കണം. മനസ്സിലാവുന്നല്ലോ പറഞ്ഞ്. അപ്പൊ കണ്ടുപിടിക്കാം, ആ വി കണ്ടുപിടിക്കണം. നമുക്കറിയാം ലെൻസ് ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ലെൻസ് ഇക്വേഷൻ ഉപയോഗിച്ച് ലെൻസിന്റെ ആദ്യമേ ഫോക്കസ് കണ്ടുപിടിക്കാം കേട്ടോ. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? ലെൻസിന്റെ ഫോക്കസ് F=uv ഡിവൈഡ് ബൈ ഏതാണ്? u-v വെച്ച് ആദ്യമേ ലെൻസിന്റെ ഫോക്കസ് കണ്ടുപിടിക്കണം. ആ ഫോക്കസ് ഉപയോഗിച്ചിട്ട് രണ്ടാമത്തെ കേസ് 40 centimeter ഒബ്ജക്റ്റ് ഇരിക്കുമ്പോൾ ഉള്ള എന്താണ് ഇമേജിന്റെ ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ. അപ്പൊ ആദ്യമേ നമ്മൾ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പം യു എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നിട്ടുണ്ട് -60 ആണ്, വി എന്ന് പറഞ്ഞിരിക്കുന്നത് 40 ആണ്, ഡിവൈഡ് ബൈ u -60 -40. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 2400 മൈനസ് വരും. ഇവിടെ എത്ര? -100 വരും. ഇതാ ക്യാൻസൽ ചെയ്ത് പോവും. ആൻസർ എത്രയാണ് വരുന്നത്? 24 എന്ന് വരും. അതായത് ഫോക്കൽ ലെങ്ത് 24 ആണ്. ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 24 ആണ്. അപ്പൊ അതേ ലെൻസ് തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ അതേ ലെൻസ് തന്നെ ഉപയോഗിക്കുമ്പോൾ ഉള്ള നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതായത് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. വി കണ്ടുപിടിക്കണം. അപ്പൊ വി നമുക്കാണല്ലോ ഇക്വേഷൻ അറിയാം. v = uf ഡിവൈഡ് ബൈ u + f ആണ്. അപ്പൊ യു ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് -40 അല്ലേ, -40 ഉള്ള യു തന്നിട്ടുണ്ട്. -40 ഇൻറ്റു ഫോക്കൽ എന്നതിന് വ്യത്യാസമൊന്നും വരികയില്ല, സെയിം ലെൻസ് അല്ലേ. അപ്പൊ ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് -40 + 24. ഇപ്പൊ 24 × 40 എന്ന് പറയുമ്പോൾ -960 വരും കേട്ടോ, ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര -16 വരുവേ. ഞാൻ ഇത് ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് 60 എന്ന് കേട്ടോ, 60 centimeter എന്ന് കിട്ടി. അപ്പം u -14 ആകുമ്പോൾ ഉള്ള ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് എത്രയാണ്? 60 കിട്ടി. മനസ്സിലായി. ഇനി മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കല്ല. മാഗ്നിഫിക്കേഷൻ = v/u. v എന്ന് വെച്ചാൽ 60 ആണ്, u എത്രയാണ്? -40 ആണ് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പം
ഇത് എത്ര വരും? -3/2 എന്ന് വരും കേട്ടോ. മാഗ്നിഫിക്കേഷൻ വാല്യൂ -3/2 എന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് HI അല്ലേ കണ്ടുപിടിക്കണ്ടേ ഇല്ലേ? നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? HI/HO ആണെന്ന് നമുക്കറിയാം ഇല്ല. അത് വെച്ചിട്ട് നമുക്ക് എന്താണ് HI കണ്ടുപിടിക്കാം. HI = M × HO. മാഗ്നിഫിക്കേഷൻ എത്രയാണ്? -3/2 ആണ്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 6 cm. അതിന് മാറ്റമൊന്നുമില്ല. ക്യാൻസൽ ചെയ്ത് പോവും. 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -9 cm. അപ്പോൾ എത്രയാണ് വന്നത്? ഇമേജിൻ്റെ ഹൈറ്റ്, അതായത് ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുമ്പോൾ, ഒബ്ജക്റ്റ് -40 cm ഇരിക്കുമ്പോൾ ഉള്ള ഇമേജിൻ്റെ ഹൈറ്റാണ് നമുക്കിവിടെ കിട്ടിയത്. മനസ്സിലായല്ലോ? അത് ഇച്ചിരി ഒന്ന് ഇതാക്കി പോകുന്നൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ ആലോചിച്ച് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ കേട്ടോ. ഇച്ചിരി ഒന്ന് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ക്വസ്റ്റനൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വൈറ്റ് ലൈറ്റ് പാസിംഗ് ത്രൂ എ പ്രിസം ഈസ് ഡെപ്പിക്റ്റഡ് കേട്ടോ. വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലൂടെ പാസ് ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത്. നെയിം ദ ഫിനോമിന, എക്സ്പ്ലെയിൻ ഹൗ ദിസ് ഹാപ്പൻ. ഈ ഫിനോമിന പറഞ്ഞ പേരെന്താണ്? ഡിസ്പേർഷൻ ഇല്ലേ? ഡിസ്പേർഷൻ എന്നാണ്. സ്പ്ലിറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്? വൈറ്റ് ലൈറ്റിംഗ് പോയപ്പോൾ സ്പ്ലിറ്റ് ചെയ്തു ഇല്ലേ? ഡിസ്പേർഷൻ ആണ് പറയുന്നത്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് കേട്ടോ. ഡിസ്പേർഷൻ സംഭവിക്കാൻ കാരണം എന്താണ്? ഓരോന്നിനും നമുക്കറിയാം ഡിഫറെൻറ്റ് വേവ് ലെന്താണ്, അതനുസരിച്ചിട്ടാണ് ഡീവിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ആ സ്റ്റെപ്സുകൾ നിങ്ങളങ്ങ് എഴുതി വെച്ചാൽ മതി. കണ്ടല്ലോ സ്റ്റെപ്സുകളുണ്ട്. വൈറ്റ് ലൈറ്റ് enters the prism undergoes dispersion. All colors do not deviate equally. The extent of deviation depends on the wavelength. Violet having least wavelength deviates most and goes near the base. Red having largest wavelength deviates the least. കാര്യങ്ങൾ എഴുതുക കേട്ടോ. Then next question നോക്കുക. Which of the following has got the lower electrical resistance? An electrical appliance having high power or an electrical appliance having low power? ഏതിനാണ് ലോവർ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അതായത് ഹൈ പവർ ഉള്ളതിനാണോ അതുപോലെ തന്നെ ലോ പവർ ഉള്ളതിനാണോ ലോവർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടും സെയിം വോൾട്ടേജിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാം സെയിം വോൾട്ടേജിലാവുമ്പോൾ നമുക്ക് പവർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാമല്ലോ. പവർ P = V²/R എന്നൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതനുസരിച്ച് ആറിൻ്റെ വാല്യൂ എങ്ങനെയാണ്? R = V²/P എന്ന് എഴുതാമല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ പവർ നോക്കിച്ചാൽ പോരെ. അപ്പോൾ ഇങ്ങനെ ലോവർ കുറഞ്ഞ റെസിസ്റ്റൻസ് വരണം. കുറഞ്ഞ റെസിസ്റ്റൻസ് വരണമെങ്കിൽ എങ്ങനെയായിരിക്കും? പവർ കൂടുതലായിരിക്കണം. അപ്പം ഹയർ പവർ ഉള്ളതിനായിരിക്കും ലോവർ റെസിസ്റ്റൻസ് വരുന്നത്. മനസ്സിലാവുന്നുള്ള പറഞ്ഞത്. അപ്പം നമുക്ക് എന്ത് പറയാം? ഹയർ പവർ കേട്ടോ. ഹയർ പവർ കേട്ടോ. ഹയർ പവർ അതിനെങ്ങനെയാണ്? ലോവർ റെസിസ്റ്റൻസ് ആണ്. ഹയർ പവറിന് ലോവർ റെസിസ്റ്റൻസ്. ഇനി calculate the power of a 400 volt 1600 watt devices when 200 volt is applied across it. അതായത് ഒരു ഡിവൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 400 വോൾട്ട് 1600 വാട്ട് ആണ് ഉപകരണത്തിൽ. 200 വോൾട്ടേജ് പ്രയോഗിക്കുന്ന അവസരത്തിൽ പവർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുള്ള പറഞ്ഞത്. അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഇക്വേഷൻ P = V²/R എന്നൊരു ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ എന്താണ്? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സെയിം അപ്ലയൻസ് തന്നെയല്ല. അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതാ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം ഇല്ലേ? R = V എന്ന് പറഞ്ഞാൽ എത്രയാണ്? 400 ആണ് ഇല്ലേ? 400 ഡിവൈഡ് ബൈ പവർ എത്രയാണ്? 1600 എന്ന് വരും. ക്യാൻസൽ ചെയ്യാം. ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകും. 4 വരും അല്ലേ? ഇതും പോയിട്ട് എത്ര വരും? 100 എന്ന് വരും. അപ്പോൾ റെസിസ്റ്റൻസ് എത്രയാണ്? റെസിസ്റ്റൻസ് 100 ഓം ആണ് വരുന്നത്. അപ്പം അപ്ലയൻസിൻ്റെ റെസിസ്റ്റൻസിന് മാറ്റമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് പവർ കണ്ടുപിടിക്കാമല്ലോ. P = V²/R വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. എത്രയാണ് വോൾട്ടേജ്? 200 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 200 × 200 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? 100 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 400 അല്ലേ? 400 വാട്ട് ആയിരിക്കും അതിൻ്റെ പവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. In a house, 4 lamps of 60 watt each are used for 3 hours a day and 6 lamps of 40 watt each are used for 4 hours a day. Calculate the total energy consumed by them in 30 days. ഇല്ല, ഒരു വീട്ടിൽ 60 വാട്ട് വീതമുള്ള 4 വൈദ്യുത ലൈറ്റുകൾ ദിവസവും 3 മണിക്കൂറുണ്ട്. 40 വാട്ടിൻ്റെ 6 ബൾബുകൾ 4 മണിക്കൂറും പ്രവർത്തിക്കുന്നു. അപ്പോൾ 30 ദിവസം അവ ഉപയോഗിക്കുന്ന ആകെ ഊർജ്ജത്തിൻ്റെ അളവ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 15B ആണ് അല്ലേ? എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് ഇലക്ട്രിക്കൽ എനർജി കൺസർവേഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എങ്ങനെയാണ് വരുന്നത്? പവർ ഇൻ ഇല്ലേ? പവർ ഇൻ വാട്ട് ആണ് കേട്ടോ. പവർ ഇൻ വാട്ട് × ടൈം ഇൻ അവർ ഡിവൈഡ് ബൈ 1000 കേട്ടോ. ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാം.
അപ്പോൾ നമുക്ക് ആദ്യമേ എന്താണ് ആദ്യത്തെ കേസ് നോക്കാം. 4 ബൾബിൻ്റെ കേസിൽ കേട്ടോ, ആദ്യത്തെ കേസാണ്. അപ്പോൾ E1 എന്ന് ഞാൻ കൊടുക്കുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ 4 ബൾബാണുള്ളത്. അതിൻ്റെ പവർ എത്രയാണ്? 60 അല്ലേ. ദെൻ അത് എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്? 3 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ. ഡിവൈഡ് ബൈ 1000 എന്നും കൊടുത്തു. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.72 എന്ന് വരും കേട്ടോ. 0.72 E1 എന്ന് വന്നു. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ E2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 6 ലാമ്പാണ്, 40 വാട്ടാണ്, 4 hour വർക്ക് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അതും ചെയ്യുക. അത് എത്ര വരും? 0.96 എന്ന് വരും കേട്ടോ. 0.96 എന്ന് വരും. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ E is equal to E1 plus E2 ആണ്. അതായത് ഇത് എത്രയാണ് വരുന്നത്? 0.72 plus 0.96 എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1.68 എന്ന് വരും. ഇനി 30 ഡേയ്സിൻ്റെ കണ്ടുപിടിക്കണം കേട്ടോ. 30 ഡേയ്സിൻ്റെ കൂടെ വരുമ്പോൾ എത്ര വരും? 1.68 into 30 എന്ന് വരും കേട്ടോ. എന്ന് വരുമ്പോൾ ആൻസർ എത്ര വരും? 50.4 എന്ന് വരും കേട്ടോ. 50.4 യൂണിറ്റ് അല്ലെങ്കിൽ അത്രയും kWh 30 ഡേയ്സിന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ ചാപ്റ്ററിൻ്റെയും എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കുക കേട്ടോ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിൻ്റെയും എക്സാം ബേസ്ഡ് വീഡിയോസ് കേട്ടോ. അത് നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. Circuits having current carrying solenoids are depicted. Identify the correct figure, justify. കറക്റ്റ് ഫിഗർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ജസ്റ്റിഫിക്കേഷനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്കുക, കറണ്ട് ഡയറക്ഷൻ നോക്കുക. നമുക്കറിയാം നോർത്തും സൗത്തും എങ്ങനെയാണ്. സൗത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് മൂവ് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്. നോർത്ത് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് നോക്കിയേ ഇതിവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനില്ല. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നോർത്ത് വരുമോ? ഇല്ല. അപ്പൊ ഇതല്ല ഫിഗർ ബി ആണ് കേട്ടോ. ഐഡന്റിഫൈ ദ കറക്റ്റ് ഫിഗർ എന്നാണ്. ഏതാണ് കറക്റ്റ് ഫിഗർ? ബി ആണ് കറക്റ്റ് ഫിഗർ. ജസ്റ്റിഫിക്കേഷൻ പറയണം കേട്ടോ. എന്താണ് പറയേണ്ടത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? സൗത്ത് ആയിരിക്കും. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നോർത്ത് ആയിരിക്കും. ബട്ട് ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ മാഗ്നറ്റിക് എഫക്റ്റ് എന്ന ചാപ്റ്ററിന്റെ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി write down 2 methods to increase the magnetic strength of the current carrying solenoid. കറന്റ് ക്യാരിങ് സോളിനോയിഡ് സ്ട്രെങ്ത് കൂട്ടാനുള്ള 2 മാർഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നമ്പർ ഓഫ് ടേൺസ് പറയാം അല്ലേ. ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയാം. ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്. പിന്നെന്ത് പറയാം? നമുക്ക് പറയാം ഇൻക്രീസ് ദ തിക്നെസ് അല്ലേ. ഇൻക്രീസ് ദ തിക്നെസ് എന്ന് പറയാം കേട്ടോ. ഇൻക്രീസ് ദ തിക്നെസ് ഓഫ് ദി സോഫ്റ്റ് ടേൺ കോർ. ഇൻക്രീസ് ദ തിക്നെസ് ഓഫ് ദി സോഫ്റ്റ് ആൻഡ് കോർ എന്ന് പറയാം. മനസ്സിലാകുന്നു. അപ്പോൾ ഏതെങ്കിലും എഴുതുക, അല്ലെങ്കിൽ എന്താണ് ഇൻക്രീസ് കറണ്ട്, അതുമൊക്കെ പറയാം കേട്ടോ. അപ്പോൾ സ്ട്രെങ്ത് കൂട്ടാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ സ്ട്രെങ്ത് കൂട്ടാനുള്ള റീസൺ അത് ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻ ഹൗ യു ക്യാൻ പ്രൂവ് ദാറ്റ് എ സ്ക്രൂ ഈസ് സിമിലർ ടു ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. സ്ക്രൂ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനോട് സിമിലർ ആണെന്ന് എങ്ങനെ തെളിയിക്കാമെന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു പേപ്പർ കട്ട് ചെയ്തിട്ട് റൈറ്റ് ആംഗിൾ ഷേപ്പിലാക്കുക, ആ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം അത് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ്, അത് എഴുതുക കേട്ടോ. ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഈ ഒരു ചാപ്റ്ററിൻ്റെ എക്സാം ബേസ്ഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. The given graph is related to the current induced in the armature of a generator during its working. അതായത് ഒരു ജനറേറ്ററിന്റെ പ്രവർത്തന സമയത്ത് അതിന്റെ ആർമേച്ചറിൽ കേട്ടോ, ആർമേച്ചറിൽ ഉണ്ടാകുന്ന കറണ്ടിനെ സംബന്ധിച്ച ഗ്രാഫാണ് തന്നെ. ആർമേച്ചറിൽ ഉണ്ടാകുന്ന കേട്ടോ. Child A says that it is an AC generator. B says that it is a DC generator. And the child C says that it can be both. With whom do you agree? Justify your answer. കുട്ടി A എന്ന് പറഞ്ഞൊരു കുട്ടി പറഞ്ഞു ഇത് AC ജനറേറ്റർ ആണെന്ന് പറഞ്ഞു. B എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞു DC ആണ്. C പറഞ്ഞു രണ്ടും കേട്ടോ, രണ്ടും ആകാം എന്ന് കുട്ടി പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിങ്ങൾ ആര് പറയുന്നതാണ് യോജിക്കുന്നതെന്നാണ് ചോദിച്ചിരുന്നത്. ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആർമേച്ചറിൽ ഉണ്ടാകുന്ന ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം ആർമേച്ചറിൽ എപ്പോഴും എങ്ങനെ ഉണ്ടാകുന്നത്? AC ഇല്ലേ. ആർമേച്ചറിൽ എപ്പോഴും ഉണ്ടാകുന്ന ഏതാണ്? AC ആണ്. നമുക്കറിയാം ആർമേച്ചറിൽ AC ആണ്. പക്ഷെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഔട്ട്പുട്ട് ACയോ DCയോ ആകാം ഇല്ല. അതിന് കാരണം എന്താണ്? നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കും, ആർമേച്ചർ കറങ്ങുമ്പോൾ AC ആണ് ഉണ്ടാകുന്നത്. പിന്നെ അത് പുറത്തോട്ട് വരുമ്പോൾ എന്താണ്? പുറത്തോട്ട് വരുമ്പോഴാണ് AC ആണോ DC ആണെന്ന് തീരുമാനിക്കുക. കാരണം നമ്മുടെ റിങ്സ് ഉണ്ടല്ലോ, സ്ലിപ്പ് റിങ്ങും പോലെ സ്പ്ലിറ്റ് റിംഗ് ഉണ്ട്, അതനുസരിച്ചിട്ടാണ് നമ്മൾ AC ആണോ DC ആണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ആർമേച്ചർ ഉണ്ടാകുന്ന AC തന്നെയാണ്. അത് പുറത്തോട്ട് വരുമ്പോഴാണ് ACയോ DCയോ ആകുന്നത്. അപ്പം എന്ന് പറഞ്ഞൊരു കുട്ടി AC ആണെന്ന് പറയുന്നുണ്ട്. AC ആണെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. പുറത്തോട്ട് വരുമ്പോൾ എന്താണ്? DC ആകും. കാരണം സ്പ്ലിറ്റ് റിംഗ് ആണോ, കാരണം സ്ലിപ്പ് ആണോ സ്പ്ലിറ്റ് ആണോ അതനുസരിച്ചിട്ട്. അപ്പൊ AC ആണെന്ന് പറയാൻ പറ്റില്ല, DC ആണെന്ന് പറയാൻ പറ്റില്ല.
AC യോ DC യോ. അപ്പം C എന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടി പറഞ്ഞതാണ് കേട്ടോ കറക്റ്റ് കേട്ടോ. C ആണ്, അത് രണ്ടും ആവാം. C പറഞ്ഞതാണ് കറക്റ്റ് കേട്ടോ. ഇതിന്റെ റീസൺ എന്താണ് പറഞ്ഞില്ലേ, AC ആർമേച്ചറിൽ AC ആണെന്ന്, പക്ഷേ ഔട്ട്പുട്ട് എങ്ങനെയാണ് AC യോ DC യോ ആവാം. ഇത് ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എൻ്റെ ബി പാർട്ട് എന്താണ്? ഇനി AC generator and in a DC generator, the armatures are kept stationary and the magnet is rotated. What do you know about the nature of the output from each generator? Give reason. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? AC DC ഉണ്ട് അല്ലേ. ആർമേച്ചർ എങ്ങനെയാണ്? ആർമേച്ചർ അവിടെ സ്റ്റേഷനറി ആക്കി വെച്ചിരിക്കുകയാണ്. AC-യിലും DC-യിലും ആർമേച്ചർ നിശ്ചലമായിട്ട് വെച്ചുകൊണ്ട് കാന്തം കറക്കുവാണ്. അപ്പോൾ ഓരോ ജനറേറ്ററിൽ നിന്നുള്ള ഔട്ട്പുട്ടിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ അതിന്റെ നേച്ചർ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആർമേച്ചർ സ്റ്റേഷനറി ആക്കി വെക്കുവാണ്, മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ഒബ്സർവ് ദ ഫിഗർ. ഇവിടെ 4 ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻ ഓൾ ദ ഫിഗേഴ്സ് ദ സോളിനോയിഡ്സ് ആൻഡ് ദ ബൾബ് ആർ ഐഡന്റിക്കൽ. സോളിനോയിഡും ബൾബും ഒക്കെ ഐഡന്റിക്കൽ ആണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൻഡ് ദ സോഫ്റ്റ് ആൻഡ് കോർ ഇഫ് പ്രസന്റ് ആർ ഓൾസോ ഐഡന്റിക്കൽ. സോഫ്റ്റ് ആൻഡ് കോർ ഉള്ളത് ഉണ്ട്. അപ്പോൾ സോഫ്റ്റ് ആൻഡ് കോർ എങ്ങനെയാണ് ഉണ്ടെങ്കിൽ അവ എങ്ങനെയാണ് ഒരുപോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോഫ്റ്റ് ആൻഡ് കോർ ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ സോഫ്റ്റ് ആൻഡ് കോർ ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ സോഫ്റ്റ് ആൻഡ് കോർ ഉണ്ട്, അത് ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? കമ്പയർ ദ ബ്രൈറ്റ്നസ് ഓഫ് ഈച്ച് ലാമ്പ്, ഗീവ് ആർഗ്യുമെന്റ്സ് ടു സപ്പോർട്ട് യുവർ ആൻസർ. ഓരോ ലാമ്പിന്റെയും ബ്രൈറ്റ്നസ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഓരോന്നിന്റെ ആർഗ്യുമെന്റ്സ് പറയാനും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്? അപ്പോൾ ഓരോ ലാമ്പിന്റെയും കേസിൽ നമുക്ക് ബൾബിന്റെ ബ്രൈറ്റ്നസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചിത്രത്തിൽ നോക്കിയേ, ഇവിടെ എന്താണ്? ബൾബ് ഒരുപോലെയാണ്, സോളിനോയിഡ് ഒരുപോലെയാണ്. പക്ഷെ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഏതാണെന്ന് നോക്കിയേ, DC ആണ്. DC ആകുമ്പോൾ ഇവിടെ എങ്ങനെയാണ് മനസ്സിലാവുന്നുണ്ടോ? മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുമോ? ഇല്ല, AC-യിലാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ Aന്റെ കേസിൽ ബൾബ് എങ്ങനെയാണ്? ഗ്ലോ ചെയ്യുവേല. ക്ലിയർ ആയല്ലോ? അപ്പൊ DC ഉള്ളതാ ഇവിടെ ഉണ്ട്. സോഫ്റ്റ് ആൻഡ് കോർ ഉണ്ടെങ്കിൽ DC ഉണ്ടെങ്കിൽ എന്താണ്? ഇവിടെ ബൾബ് അവിടെ ഗ്ലോ ചെയ്യുവേല. അപ്പൊ അത് ആദ്യത്തെ പോയിന്റ് ആണ് കേട്ടോ, ബൾബ് ഇവിടെ ഗ്ലോ ചെയ്യുവേല. മനസ്സിലാവുന്നല്ലോ? ഇനി ഞാൻ ബൾബ് ഗ്ലോ ചെയ്യുന്നതാണ് ഇതുമാണ്. അതായത് ബിയും എന്താണ് സിയും ആണ് ഗ്ലോ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ബ്രൈറ്റ്നസ് എങ്ങനെയാണ്? ബ്രൈറ്റ്നസ് സോഫ്റ്റ് ആൻഡ് കോർ വെക്കുമ്പോഴാണ് മോർ ബ്രൈറ്റ്നസ് അല്ലെ, ഇതിനായിരിക്കും മോർ ബ്രൈറ്റ്നസ് ഉണ്ടായിരിക്കുന്നത്. ഇതെങ്ങനെയായിരിക്കും? ലെസ് ബ്രൈറ്റ്നസ് ആയിരിക്കും അല്ലേ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. ബിക്കും സിക്കും ആണ് ബൾബ് ഗ്ലോ ചെയ്യുന്നത്, കാരണം AC ഉപയോഗിക്കുന്നുണ്ട്, മ്യൂച്വൽ ഇൻഡക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ സോഫ്റ്റ് ആൻഡ് കോർ ഉപയോഗിച്ചിരുന്ന സിയിലായതുകൊണ്ട് സിക്ക് ആയിരിക്കും മോർ ബ്രൈറ്റ്നസ് വരുന്നത്. ഇതോടെ ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻ A ആൻഡ് D ദ ബൾബ് വിൽ നോട്ട് ഗ്ലോ അല്ലെ. എയിലും ഡിയിലും തന്നെയാണ് ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല. കൃത്യമാണ് ഓർത്തണം കേട്ടോ. ലെസ് ബ്രൈറ്റ്നസ് ആർക്കാണ്? ബിക്കാണ് ലെസ് ബ്രൈറ്റ്നസ്. അതിന് കാരണം എന്താണ്? സോഫ്റ്റ് ആൻഡ് കോർ വെച്ചിട്ടില്ല. സിക്ക് എങ്ങനെയാണ്? സോഫ്റ്റ് ആൻഡ് കോർ ഉള്ളതുകൊണ്ട് മോർ ബ്രൈറ്റ്നസ്, മാക്സിമം ബ്രൈറ്റ്നസ് ഫോർ സി. അതാണ് DC സർക്യൂട്ടിൽ എന്താണ് ഇവിടെ നടക്കില്ല, മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കില്ല. അതുകൊണ്ടാണ് ബൾബ് ഗ്ലോ ചെയ്യുന്നില്ലാത്തതിന്റെ കാരണം കേട്ടോ. അതായത് A ആൻഡ് D എന്ന് വെച്ചാൽ DC സർക്യൂട്ട് ആണ്, അവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുന്നില്ല. ബിയും സിക്കും മ്യൂച്വൽ ഇൻഡക്ഷൻ നടക്കുന്നുണ്ട്, കാരണം AC ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ എന്താണ്? സിയിൽ സോഫ്റ്റ് ആൻഡ് കോർ ഉള്ളതുകൊണ്ട് അതിന് മോർ കറണ്ട് കിട്ടും. അതുകൊണ്ട് മോർ ബ്രൈറ്റ്നസ് എങ്ങനെയായിരിക്കും? സിക്കായിരിക്കും ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഓരോന്നിന്റെ കമ്പയർ ചെയ്ത് എഴുതുക കേട്ടോ. ഇപ്പൊ ക്ലിയർ ആയാലും ഇതിപ്പോൾ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം നിങ്ങൾ പഠിക്കട്ടെ. ഇത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ ആൻസേഴ്സ് വരുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ഞാൻ ഓരോ ചാപ്റ്ററിന്റെയും എക്സാം ബേസ്ഡ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക കേട്ടോ. ഓരോ ചാപ്റ്ററിന്റെയും എക്സാം ബേസ്ഡ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഡൗട്ട് ഉണ്ടെന്നാൽ അത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്തത് നിങ്ങളെല്ലാം ചാപ്റ്റർ എല്ലാം പഠിച്ചു കഴിഞ്ഞ ശേഷം ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് എഴുതി പഠിക്കുക, ഡൗട്ട് ഉള്ളതൊക്കെ മനസ്സിലാക്കി, കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.